1650 VA ഒരു ഇൻവെർട്ടർ, 200 AH സോളാർ ട്യൂബുലാർ ബാറ്ററി, 600 വാട്ട്സിൻ്റെ ഒരു ബൈഫേഷ്യൽ ടോപ്പ് കോൺ സോളാർ പാനൽ, 50 ആംപിയറിൻ്റെ ഒരു MPPT ചാർജ് കൺട്രോളർ. ഇത്രയും വച്ചുകൊണ്ടുള്ള ചെറിയ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ കാണാം. ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞ് എപ്പോക്സി പ്രൈമർ മുഴുവനായിട്ട് അടിച്ച ശേഷമാണ് അതിൻ്റെ മുകളിൽ കൂടി ഉണങ്ങിയ ശേഷം പെയിൻറ്റിങ് ചെയ്യുന്നത്. ചാർജ് കൺട്രോളറും ബാറ്ററിയും ഇൻവെർട്ടറും തൊട്ടു താഴത്തെ ഫ്ലോറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രെയിം സൗത്ത് ഡയറക്ഷനിൽ തിരിച്ച് വച്ചിട്ട് അതിൻ്റെ കാലുകളൊക്കെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 600 വാട്ട്സ് ബൈഫേഷ്യൽ ടോപ്പ് കോൺ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോളാർ പാനലിൽ നിന്നുള്ള കണക്ഷൻ ഒരു പൈപ്പിലൂടെ താഴത്തെ ഫ്ലോറിലുള്ള ഇൻവെർട്ടറിൻ്റെ ചാർജ് കൺട്രോളിൻ്റെയും അടുത്തേക്ക് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വർക്കെല്ലാം പൂർത്തിയായി ശേഷമുള്ള ഒരു വ്യൂ ആണ്. നല്ല വെയിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ദിവസേന 2 യൂണിറ്റ് വൈദ്യുതിയുടെ ലാഭം നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കും. പകൽ ബാറ്ററിയെ പൂർണ്ണമായി ഇത് ചാർജ് ചെയ്യും. അതിനുശേഷം ഇൻവെർട്ടർ മുഖേന ഘടിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങൾ സോളാർ പാനൽ മുഖേന തന്നെ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം വൈകുന്നേരം 6 മണിക്ക് ശേഷം സോളാർ പാനലിൽ നിന്നുള്ള ഔട്ട്പുട്ട് കുറയുന്നതനുസരിച്ച് ബാറ്ററിയെ ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ ഒരു ഫംഗ്ഷൻ മുഖേന ദിവസേന ഒരു 2 യൂണിറ്റിൻ്റെ വൈദ്യുതിയുടെ ലാഭം നമുക്ക് ലഭിക്കും.
സോളാർ പാനലിൽ നിന്നുള്ള ചാർജിങ് നടക്കുന്നുണ്ട്. അതാണ് റെഡ് LED ബ്ലിങ്ക് ചെയ്യുന്നത് നമ്മൾ കാണാൻ സാധിക്കും. ഈ ഇൻവെർട്ടറിൽ ഗ്രിഡ് ചാർജിങ്, അതായത് KCB നിന്നുള്ള ചാർജിങ് ഓഫ് ചെയ്ത് വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സോളാർ പാനൽ പരമാവധി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ബാറ്ററി 200 Ah സോളാർ ട്യൂബുലാർ ബാറ്ററിയാണ്. ദിവസേന ഇതിനെ പൂർണ്ണമായി ചാർജ് ചെയ്യാനും വൈകുന്നേരങ്ങളിൽ ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. അതുവഴി ആണ് നമുക്ക് കറണ്ടിലെ ലാഭം കിട്ടുന്നത്. 2 മാസം കൂടുമ്പോൾ ആവറേജ് 120 യൂണിറ്റ് നമ്മുടെ ബില്ലിൽ കുറയും. അതുവഴി നമ്മുടെ താരിഫിൻ്റെ സ്ലാബിൽ നമുക്ക് കുറവ് വരികയും അതുവഴി നമുക്ക് കറണ്ട് ബില്ലിൽ ലാഭം കിട്ടുന്നു.